ഏതോ ഒരുത്തി ചെയ്ത തെറ്റ് കാരണം വർഷങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ ട്രോളായിട്ടും കണ്ടന്റ് ആക്കിയൊക്കെ ഇടാൻ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് എനിക്ക് പറയാം. നിങ്ങളുടെ ചുറ്റിലുള്ള സുഹൃത്തുക്കൾ, നിങ്ങളുടെ പെങ്ങന്മാര്, നിങ്ങളുടെ അമ്മമാര്, ഇവരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പെൺകുട്ടി കോളേജ് ലൈഫിൽ 3-4 വർഷം ബസ്സിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ 80% ഓഫ് ഗേൾസും ഈ ഒരു സംഭവം അനുഭവിക്കാതെ കടന്നു പോയിട്ടില്ല. സോ അതിനെ കുറിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ബസ്സിൽ എഴുതി വെക്കാനോ ഒരാൾ ഇവിടെ തയ്യാറല്ലേ. പലരും ശ്രമിക്കുന്നത് എന്താണെന്നറിയോ, ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു യുദ്ധമാക്കി മാറ്റാണ്. പലപ്പോഴും ഇവരാരും ചിന്തിക്കുന്നില്ല, സ്വന്തം മക്കൾക്കും സ്വന്തം പെങ്ങന്മാർക്കും സ്വന്തം ഉമ്മമാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായേക്കാം, ഭാവിയിൽ ഉണ്ടാവാം. നിങ്ങളുടെ അറിവിനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. UN വുമൺ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടും ഓരോ വർഷം 89,000 വുമൺസ് ആണ് മെൻസ് കാരണം കൊല്ലപ്പെടുന്നത്. അതിൽ പകുതി മുക്കാലും പാർട്ട്നേഴ്സ് കാരണം കൊല്ലപ്പെടുന്നത്, അതിൽ പകുതിയും ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നതാണ്. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. കാരണം എന്താ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. അതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെട്ടു അല്ലേ. ഈ പീഡനങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല്ലുന്നതും അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികളും ഓരോ കാര്യങ്ങൾ അനുഭവിക്കുന്നതും അതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യമായതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുമ്പോൾ റെയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ പ്രതികരിക്കണം. എടാ, പെണ്ണ് ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവരും അനുഭവിക്കുക, എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശമുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. തെറ്റ് ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും ഒരുപോലെ ശിക്ഷിക്കപ്പെടണം. അത് സമൂഹത്തിൽ നിന്നായാലും ശരി, അത് നിയമപരമായാലും ശരി, ഒരുപോലെ ശിക്ഷിക്കപ്പെടണം.